ബി.ജെ.പി. നേതാക്കളിൽ വോട്ട് ശേഖരിക്കാൻ ഏറ്റവും മിടുക്കരായ നേതാക്കളിൽ മുമ്പനായ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു എന്നതിനാൽ ശക്തമായ ത്രികോണ പോരാട്ട സാഹചര്യം രൂപപ്പെട്ട ആറന്മുള മണ്ഡലമാണ് ഇന്ന് കസേരകളിൽ. 2 തവണ ആറന്മുളയെ പ്രതിനിധീകരിക്കുകയും ഇക്കുറി മന്ത്രിയാവുകയും ചെയ്ത വീണ ജോർജാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. കോൺഗ്രസ് യുവനിരയിലെ പ്രമുഖനായ അബിൻ വർക്കിയാണ് UDF സ്ഥാനാർത്ഥി. ഇവരുടെ സാധ്യതകളിലേക്കും വെല്ലുവിളികളിലേക്കും കടക്കും മുമ്പ് മണ്ഡലത്തിന്റെ ചരിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2.13 ലക്ഷം വോട്ടർമാരുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള. കേരളത്തിലെ പ്രധാനപ്പെട്ട സാമുദായിക വിഭാഗങ്ങൾക്കെല്ലാം തന്നെ ശക്തമായ പ്രാതിനിധ്യം, ഏതെങ്കിലും ഒരു സമുദായ വിഭാഗത്തിന് കൂടുതൽ വോട്ടോ അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ മാത്രം ഒരു കൂട്ടം ജയിക്കുകയോ ഒന്നും ചെയ്യുന്ന അവസ്ഥയല്ലാതെ എല്ലാവർക്കും ശക്തമായ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഇത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സ്ഥിരമായി കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു മണ്ഡലമല്ല ആറന്മുള എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആറന്മുളയുടെ ചരിത്രം നമുക്ക് വേഗത്തിൽ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 1957 കെ ഗോപിനാഥൻ പിള്ളയായിരുന്നു കോൺഗ്രസിൻ്റെ അവിടുത്തെ MLA ആയിരുന്നത്. 60-ൽ കെ ഗോപിനാഥൻ പിള്ളയായിരുന്നു. N ഭാസ്കരൻ നായരാണ് കേരള കോൺഗ്രസിലേത്. 65-ൽ 67-ൽ PN ചന്ദ്രസേനൻ, 70-ലും PN ചന്ദ്രസേനൻ തന്നെയാണ് MLA ആയത്. 77-ൽ MK ഹേമേന്ദ്രൻ MLA ആവുന്നു. കായംകുളത്ത് നിന്ന് അവിടെ പോയി മത്സരിച്ച് വിജയിക്കുന്നു കോൺഗ്രസിലെ. അതിനുശേഷം തുടർച്ചയായി 80-ലും 82-ലും 87-ലും KK ശ്രീനിവാസൻ കോൺഗ്രസിൽ നിന്ന് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. R രാമേന്ദ്രൻ നായർ NDP-യിൽ നിന്ന് 1991-ൽ അവിടെ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നു. 1996-ൽ കടമറ്റ രാമകൃഷ്ണനാണ്. കടമറ്റ രാമകൃഷ്ണൻ മത്സരരംഗത്തേക്ക് വരുന്നത്. കവിയായിരുന്ന കടമറ്റ രാമകൃഷ്ണനെ ആറന്മുളയിൽ മത്സരിപ്പിക്കുന്നു. MV രാഘവനെ പോലെ CMBയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 5406 വോട്ടിനാണ് അന്ന് കടമറ്റ രാമകൃഷ്ണൻ MVRനെ പരാജയപ്പെടുത്തുന്ന ആലോചന. MVRനെ പോലെ ഒരു പ്രബലനായ നേതാവിനെ ആറന്മുളക്കാരനായ കവി, ജനകീയനായ കവി കടമറ്റ രാമകൃഷ്ണൻ വന്ന് പരാജയപ്പെടുത്തി. അങ്ങനെ കടമറ്റ രാമകൃഷ്ണൻ LDF-ൽ നിന്ന് 96-ൽ MLA ആവുന്നു. 2001-ൽ ആണ് ഏറ്റവും കൗതുകകരമായ, ആറന്മുളയെ സംബന്ധിച്ച് ഏറ്റവും കൗതുകകരമായ ഒരു മത്സരം നടന്നത്. അതിൻ്റെ കൗതുകത്തിലേക്ക് വരും മുമ്പ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി അന്ന് ആറന്മുളയിൽ നിന്ന് ജയിച്ച കടമറ്റ രാമകൃഷ്ണനെ കോന്നിയിലേക്കും, കോന്നിയിൽ നിന്ന് ജയിച്ച നമ്മുടെ A പത്മകുമാറിനെ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോൾ ഈ വിവാദത്തിലേക്കപ്പെട്ട A പത്മകുമാറിനെ അവിടെ നിന്ന് കോന്നിയിൽ നിന്ന് ആറന്മുളയിലേക്ക് മാറ്റിയാണ് മത്സരിപ്പിച്ചത്. രണ്ടുപേരും രണ്ടിടത്തും പരാജയപ്പെട്ടു എന്നതാണ് ഇടതുമുന്നണിയുടെ കഥ. UDF-ലാണ്, കോൺഗ്രസിലാണ് ഇതിൽ ഏറ്റവും കൗതുകമുള്ള വിഷയം. അന്ന് കോൺഗ്രസിൽ K കരുണാകരനും AK ആന്റണിയും കോൺഗ്രസിൻ്റെ 2 അച്ചുതണ്ടുകളായി നിന്ന് വടം വലിച്ച് വലിയ ശക്തമായ പോരാട്ടം നടത്തുന്ന സമയം ഈയിടെ വാർത്താ സമ്മേളനത്തിലും AK ആന്റണി പറഞ്ഞു, 3 സ്ഥാനാർത്ഥികളെ അവസാന നിമിഷം മാറ്റിയിട്ട് 3 പേരെയും ജയിച്ച് 99 സീറ്റിൽ ജയിച്ച പാരമ്പര്യമുണ്ട് UDF-ന്. അക്കാലത്തെ അടിയൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരടിയുമില്ല, കോൺഗ്രസിൽ സമ്പൂർണ്ണ ഐക്യമാണെന്ന് പറഞ്ഞത് അത് 100% ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അന്ന് തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഹൈക്കമാൻഡ് അനുമതി നൽകിയില്ല. ഇതേ തുടർന്ന് ഇതായിരുന്നു യഥാർത്ഥ കാരണം. പക്ഷേ അതല്ല പുറത്തു പറഞ്ഞത്. K കരുണാകരൻ വലിയ കലാപം സൃഷ്ടിച്ചു. പരസ്യമായി തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു. അവസാനം സോണിയാഗാന്ധി തന്നെ ഇടപെടുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചുവരെഴുതി പോസ്റ്റർ ഒട്ടിച്ച് സ്ഥാനാർത്ഥികളുമായി പ്രചരണവുമായി മുന്നോട്ട് പോയ സ്ഥാനാർത്ഥികളെ 3 പിൻവലിച്ചുകൊണ്ട്, അവിടെ അന്ന് 3 സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ട് അവിടെ 3 പുതിയ സ്ഥാനാർത്ഥികളെ, K ശിവദാസൻ നായരായിരുന്നു അന്ന് കോൺഗ്രസ് ആദ്യം സ്ഥാനാർത്ഥിയായി ആറന്മുളയിൽ പ്രഖ്യാപിച്ചത്. K ശിവദാസൻ നായരെ മാറ്റി ആറന്മുളയിൽ കരുണാകരൻ്റെ നോമിനിയായ, അന്ന് താരതമ്യേന വളരെ അപ്രസക്തയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മാലയത്ത് സരളാദേവി. മാലയത്ത് സരളാദേവി കരുണാകരൻ്റെ ഒരു അനുയായി എന്ന നിലയ്ക്ക് അറിയപ്പെടും എന്നതിനപ്പുറത്തേക്ക് ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കാനൊന്നും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരാളെ ആയിരുന്നില്ല. മാലയത്ത് സരളാദേവിയാണ് ആറന്മുളയിൽ വരുന്നത്. അതോടൊപ്പം തന്നെ പേരാവൂരിൽ AD മുസ്തഫയും വടക്കാഞ്ചേരിയിൽ MA ചന്ദ്രശേഖരനും വരുന്നു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അന്ന് ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ട് പോലും ഈ 3 പേരെയും കോൺഗ്രസ്സുകാർക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞു. അന്ന് കോൺഗ്രസിൻ്റെ ശക്തി അത്രത്തോളം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതുകൂടി കണക്കാക്കണം. അങ്ങനെ മാലയത്ത് സരളാദേവി A പത്മകുമാറിനെതിരെ അവിടെ മത്സരിക്കുന്നു. മാലയത്ത് സരളാദേവി അന്ന് 2001-ൽ മാലയത്ത് സരളാദേവി അവിടെ നിന്ന് വിജയിക്കുന്നു. മാലയത്ത് സരളാദേവി വിജയിച്ച ശേഷമാണ് പിന്നീട് CPM-ന് ഇത് കിട്ടുന്നത്. KC രാജഗോപാലനാണ് ജയിച്ചത് 2006-ൽ. അന്നത്തേക്ക് ഇവരുടെ DAC കോൺഗ്രസിൽ നിന്ന് കരുണാകരൻ വിട്ടുപോകുന്നു, DAC ആയി വരുന്നു. അങ്ങനെയുള്ള വളരെയേറെ പ്രതിസന്ധികളുമൊക്കെ കോൺഗ്രസിന് നേരിടുന്നു. അങ്ങനെ KC രാജഗോപാലൻ 2006-ൽ അവിടെ നിന്ന് ജയിക്കുന്നു.
2011 വീണ്ടും കെ ശിവദാസൻ നായർ കെ സി രാജഗോപാലിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയാണ് കെ സി രാജഗോപാലൻ ജയിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ തവണ കെ സി രാജഗോപാലിനെ വീണ്ടും പരാജയപ്പെടുത്തി കെ ശിവദാസൻ നായർ അവിടെ നിന്ന് വീണ്ടും കോൺഗ്രസിന് ജയിക്കുന്നു. 2016 ഈ കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തി വീണ ജോർജ് സ്ഥാനാർത്ഥിയാവുന്നു. 2021 വീണ ജോർജ് ആ വിജയം ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി വിശദമായ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിലെ എന്താണ് ആ മണ്ഡലത്തിലെ അവസ്ഥ എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മണ്ഡലത്തെ സംബന്ധിച്ച് നിലവിൽ UDF വലിയ മേൽക്കൈയുള്ള ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട ആകമാനം തന്നെ. ഇത് മുൻകാല ചിത്രമാണ്. 2001 കണക്ക് നോക്കിയാൽ അറിയാം 4 മണ്ഡലങ്ങളിലും ജയിച്ചത് UDF ആയിരുന്നു. ഒരു മണ്ഡലത്തിൽ റാന്നിയിൽ മാത്രമായിരുന്നു LDF ജയം. 2006 വരുമ്പോൾ UDF 2 LDF 3 എന്നുള്ള അവസ്ഥയാണ്. 2011 വരുമ്പോൾ UDF 2 LDF 3 എന്നുള്ള അവസ്ഥ വരുന്നു. 2016 വരുമ്പോൾ UDF 1 LDF 4. പത്തനംതിട്ട എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണെന്ന് ആലോചിക്കണം. അവിടെ UDF 1 കോന്നിയിൽ മാത്രമാണ് UDF വിജയിക്കാനായത് 2016. 2021 കോന്നിയിൽ വിജയിക്കുന്നത് അവിടെ അടൂർ പ്രകാശ് ആയിരുന്നു എന്നതുകൂടി ആലോചിക്കണം. അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ ഒരു മികവ് കൂടിയാണ് UDF അപ്പുറത്തേക്ക് ആ വിജയം. 2021 വന്നപ്പോൾ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ UDF പരാജയപ്പെട്ട് LDF ജയിക്കുന്നു, ജനീഷ് കുമാർ ജയിക്കുന്നു. 2021 വന്നപ്പോഴേക്കും അടൂരിൽ ജയിക്കുന്നു. തുടർച്ചയായി അടൂരിൽ ജയിച്ചുകൊണ്ടിരുന്നത് LDF തന്നെയാണ്. അടൂർ സംവരണ മണ്ഡലമാണ്, അവിടെ CPIയുടെ മണ്ഡലമാണ്. ജിറ്റേ ഗോകുമാർ ജയിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവല്ലയിൽ മാത്യു ടി തോമസ് ജയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 5 മണ്ഡലങ്ങളിലും തുടർച്ചയായുള്ള ജയം. റാന്നിയിൽ തുടർച്ചയായി രാജു അബ്രഹാമിന് പിൻഗാമിയായി വന്ന പ്രമോദ് നാരായണൻ ജയിക്കുന്നു. അത് റാന്നി മാത്രമാണ് സ്ഥിരമായി ഇടതു മുന്നണിക്ക് ഒപ്പം നിന്നൊരു മണ്ഡലം എന്ന് പറയാവുന്നത്. പക്ഷേ ഇക്കുറി ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിച്ചാൽ ആകെ പത്തനംതിട്ട ജില്ലയിൽ 17 ജില്ലാ പഞ്ചായത്തുള്ളതിൽ 12 ഇടത്തും വിജയിച്ച് അധികാരം നേടിയത് UDF ആണ്. 16-ൽ 4 എന്നുള്ളതായിരുന്നു അതിന് മുമ്പിൽ തവണ UDF പ്രകടനമെന്ന് ആലോചിക്കണം. 2020-ൽ 25-ലായപ്പോഴേക്ക് അത് 17-ൽ 12 എന്ന അവസ്ഥയിലേക്ക് എത്തി. 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇക്കുറി നേടിയത് UDF ആണ്. 53 ഗ്രാമപഞ്ചായത്തുകളിൽ 35 ഇടത്തും ഇക്കുറി വിജയിച്ചത് UDF ആണ്. അങ്ങനെ UDF വലിയൊരു മേൽക്കൈ ജില്ലയിൽ ആകമാനമുണ്ട്. ഇനി ആ ജില്ലയിലാകമാനമുള്ള മേൽക്കൈക്കൊപ്പം ആറന്മുള മണ്ഡലത്തിലേക്ക് കൂടി വന്നാൽ ആറന്മുള മണ്ഡലം ഉൾപ്പെടുന്നത് ഒരു നഗരസഭയാണ് ആറന്മുള മണ്ഡലത്തിലുള്ളത്. അത് പത്തനംതിട്ട നഗരസഭയാണ്. ആ പത്തനംതിട്ട നഗരസഭ UDF ആണ് ഭരിക്കുന്നത്. ചെന്നീർക്കര UDF ആണ് ഭരിക്കുന്നത്. കോഴഞ്ചേരി UDF ആണ്. മല്ലപ്പുഴശ്ശേരി UDF ആണ്. ഇരവിപേരൂർ UDF ആണ്. ആറന്മുള UDF ആണ്. ഇലന്തൂർ UDF ആണ്. മെഴുവേലി UDF ആണ്. കോയിപ്രം UDF ആണ്. LDF ഒരേ ഒരു പഞ്ചായത്ത് മാത്രമാണുള്ളത്. അത് കുളനട പഞ്ചായത്ത് മാത്രമാണ്. നാരങ്ങാനും ഓമല്ലൂരും ഉള്ളത് NDAക്കാണ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നോക്കിയാൽ NDAക്ക് ഏഴുടെയും പിന്നിലാണ് അവിടെ ഈ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ LDF നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരവസ്ഥ. ഇനി നമുക്ക് കുറച്ചുകൂടി വിശദമായി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2-3 ടേമായി എത്രയാണ് ഓരോരുത്തർക്കും കിട്ടിയ വോട്ടിൻ്റെ നിലവാരം കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2011 വോട്ടിൻ്റെ കണക്ക് നോക്കിയാൽ 58,334 വോട്ടാണ് LDF നിന്ന് കെ സി രാജഗോപാലിന് ലഭിച്ചെങ്കിൽ അന്ന് വിജയിച്ച ശിവദാസൻ നായർക്ക് ലഭിച്ചത് 64,845 വോട്ടാണ്. NDAയുടെ വോട്ട് കേവലം 10,227 മാത്രമായിരുന്നു 2011. കെ ഹരിദാസാണ് അന്ന് അവിടെ മത്സരിച്ചത്. അന്ന് UDF വിജയിക്കുന്നു. 2016 വരുമ്പോൾ 2014 NDAക്ക് ഒരു വലിയ മുന്നേറ്റം, BJPക്ക് ഒരു വലിയ മുന്നേറ്റം കേരളത്തിലാകമാനം ഉണ്ടാകുന്നത്. 2014 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ആകമാനം BJP അധികാരത്തിൽ വരുന്നു. ആ കാലത്തായിരുന്നു കേരളത്തിലും വലിയൊരു മുന്നേറ്റം ഉണ്ടായത്. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പിലേക്ക് അവിടെ MD രമേശ് എന്ന സംസ്ഥാന തലത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ മത്സരത്തിനിറങ്ങുമ്പോൾ അവിടെ 3-ാം സ്ഥാനം തന്നെയാണ് അപ്പോഴും ഉള്ളത്. പക്ഷേ അവിടെ 37,906 വോട്ടിലേക്ക് NDAക്ക് ഉയരാൻ കഴിയുന്നു. 1-ാം സ്ഥാനം വന്ന് LDF വീണ ജോർജ് എന്നൊരു പരീക്ഷണമായിരുന്നു അന്ന് LDF നടത്തിയത്. അന്ന് CPM വീണ ജോർജ് ഏതെങ്കിലും പാർട്ടി മെമ്പർ ആയതുകൊണ്ടൊന്നും അല്ല അന്ന് മത്സരിപ്പിച്ചത്. ഓർത്തഡോക്സ് സഭാ സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയിൽ കൂടിയാണ് ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള ഒരാളെ പരീക്ഷിക്കുക. മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജിനെ ആ രംഗത്തേക്ക് പരീക്ഷിക്കുന്നു. മാധ്യമപ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയായ ഒരാളെ മത്സരിപ്പിക്കുക. ഓർത്തഡോക്സ് സഭ സെക്രട്ടറി ആയിരുന്ന ജോർജ് ജോസഫിൻ്റെ ഭാര്യ എന്ന നിലയിൽ കൂടിയാണ് വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാകുന്നു. ആ LDFൻ്റെ പരീക്ഷണം എന്തുകൊണ്ടായാലും അത് വലിയ വിജയം ആയി മാറുന്നു. അങ്ങനെ അവിടെ വീണ ജോർജ് 7,646 വോട്ടിന് വിജയിക്കുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയാണ് വിജയിക്കുന്നത് ആലോചിക്കണം. 37,000-ഓളം വോട്ട് NDA BJP സ്ഥാനാർത്ഥി പിടിച്ചു എന്നുള്ളതാണ്. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് തൻ്റെ വോട്ടിംഗ് നിലവാരം തന്നെ ഉയർത്തുകയാണ്.
അത് 74,950 വോട്ടാണ് അന്ന് 2021 നേടുന്നത്. വീണ ജോർജിൻ്റെ ജനപ്രീതി കൂടുകയാണ് വീണ്ടും. അവിടെ UDF വോട്ട് 55,000. UDF കാര്യമായി കുറഞ്ഞില്ലെങ്കിലും UDF രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്തേക്ക് അന്ന് NDAക്ക് അന്ന് കഴിഞ്ഞ തവണ മത്സരിച്ചത് ബിജു മാത്യു ആണ് മത്സരിച്ചത്. ബിജു മാത്യു മത്സരിച്ചപ്പോൾ MD രമേശ് മത്സരിച്ചതുപോലെ ഒരു മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും NDAയുടെ വോട്ടിൽ വല്ലാതെ കുറവുണ്ടായി. ഏകദേശം 8,000-ഓളം വോട്ട് കുറഞ്ഞു. അങ്ങനെ 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിക്കുന്നതെന്ന് ആലോചിക്കണം. ഇതിനിടയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി എൻ്റെ കണക്കുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 2014-ലും 2021-ലും 24-ലും 3 തവണയും ജയിച്ചത് ആൻ്റോ ആൻ്റണിയാണ് ജയിച്ചത്. ആൻ്റോ ആൻ്റണിക്ക് 2014 58,000 വോട്ട് ആണ് ആറന്മുളയിൽ നിന്ന് ലഭിച്ചെങ്കിൽ 2021 അത് 59,000 വോട്ടാണ്. 2024-ലും അത് 59,000 വോട്ടാണ്. എന്നാൽ ആൻ്റോ ആൻ്റണിക്ക് കിട്ടിയ വോട്ട് ആൻ്റോ ആൻ്റണി അങ്ങനെ കൃത്യമായി തന്നെ നിലനിർത്താൻ ആൻ്റോ ആൻ്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. LDF വോട്ട് 2014-ൽ ഫിലിപ്പോസ് തോമസ് കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. ഫിലിപ്പോസ് തോമസിനെ മത്സരിച്ചപ്പോൾ 47,000 വോട്ട് കിട്ടിയെങ്കിൽ രണ്ടാം തവണ അവിടെ LDF മത്സരിച്ചത് വീണ ജോർജാണ് 2021-ൽ. അന്ന് വിജയിച്ചിരുന്ന MLA ആയ വീണ ജോർജ് അവിടെ മത്സരിക്കുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ വീണ ജോർജ് അന്ന് 47,000 വോട്ട് മാത്രമാണ് നേടിയത്. 58,000 വോട്ട് നേടിയെന്ന് ആലോചിക്കണം ആൻ്റോ ആൻ്റണി. അവിടെ വീണ ജോർജിൻ്റെ വോട്ട് ഏകദേശം അദ്ദേഹത്തെക്കാൾ 12,000-ഓളം വോട്ട് കുറവായിരുന്നു. ലോക്സഭയിലേക്ക് വന്നപ്പോൾ 2024-ൽ തോമസ് ഐസക്കിനെ പോലെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ക്രൈസ്തവ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ട് അവിടെ മത്സരിക്കുന്നു. അപ്പോഴും തോമസ് ഐസക്കിന് 44,000 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അനിൽ ആൻ്റണിയാണെന്ന് 38,545 വോട്ട് ലഭിക്കുന്നത്. കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് NDAക്ക് ലഭിച്ചത്. 50,497 വോട്ടാണ് അന്ന് ലഭിച്ചത്. എന്തായാലും ഈക്കുറി തെരഞ്ഞെടുപ്പിൽ ഈ മത്സരിക്കുന്നത് കുമ്മനം രാജശേഖരനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ കുമ്മനം രാജശേഖരന് പത്തനംതിട്ട ജില്ലയായിട്ടുള്ള ബന്ധം, നിലയ്ക്കൽ സമരം, ആറന്മുള വിമാനത്താവളത്തിനെതിരായ സമരം, അങ്ങനെ പത്തനംതിട്ടയുമായി നിരന്തരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് 70% വരുന്ന ഹിന്ദു വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് എന്നതുകൂടി ആലോചിക്കണം. അവിടെയാണ് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന നേതാവ് വരുമ്പോൾ അത്തരം ഒരു വോട്ടിൽ അങ്ങനെ ആ ഹിന്ദുത്വ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ട് കുമ്മനം രാജശേഖരന് സ്വന്തമായി ശേഖരിക്കാൻ കഴിയുന്ന വോട്ട്, അത്തരം ഒരു വോട്ട് വരുമ്പോഴാണ് ഇതൊരു ത്രികോണ മത്സരമായി പൂർണ്ണമായും ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് മാറുന്നത്. വീണ ജോർജിനെ സംബന്ധിച്ച് 2 തവണ വിജയിച്ച ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയുണ്ടെങ്കിൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. അബിൻ വർക്കിയും അതേ സഭയിൽ നിന്ന് തന്നെ പെടുന്ന ആളാണ്. അപ്പോൾ ഓർത്തഡോക്സ് വോട്ട് എങ്ങോട്ട് പോകും എന്നത് ഓർത്തഡോക്സ് സഭയുടെ കത്തോലിക്ക ബാവയുടെ പിന്തുണ അബിൻ വർക്കിക്കാണെന്നും അവിടുത്തെ ബിഷപ്പിൻ്റെ പിന്തുണ വീണ ജോർജിനാണെന്നൊക്കെ ഇവരൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അത് എങ്ങനെ പോകും എന്ന് കണ്ടറിയണം. എന്തായാലും രണ്ടുപേരും അത്തരം ആ വിഭാഗത്തിൻ്റെ വോട്ടിൽ വിള്ളൽ എന്തായാലും ഉണ്ടാവും എന്നത് ഉറപ്പാണ്. കോൺഗ്രസിൻ്റെ യുവനിരയിലെ പ്രമുഖനായ ഒരാളാണ് നിൽക്കുന്നത്. ഇതിനിടയിൽ ആരുടെ വോട്ടായിരിക്കും കൂടുതൽ കുമ്മനം രാജശേഖരൻ പിടിക്കുന്നത്? കുമ്മനം രാജശേഖരൻ വോട്ട് കൂടിയാൽ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കിയാൽ സ്വാഭാവികമായും കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രകടനങ്ങൾ അങ്ങനെയാണ്. ഇനി ഇപ്പോൾ എന്തുണ്ടാവും എന്ന് പറയാൻ കഴിയില്ലെങ്കിലും എന്തായാലും അതിശക്തമായ മത്സരം തന്നെ നടക്കുന്നു. വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള പ്ലസ് പോയിന്റുകൾ കുറേയുണ്ട്. ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള ഒരുപാട് മൈനസ് പോയിന്റുകളും വീണ ജോർജിനുണ്ട്. അത് രണ്ടും ഉയർത്തി തന്നെയാണ് വീണ ജോർജിനെ മറ്റ് 2 മുന്നണികളും നേരിടുന്നത്. അതോടൊപ്പം തന്നെ അബിൻ വർക്കി പുതിയ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുന്ന ആളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റൊക്കെയായി നിൽക്കുന്ന ആളാണ്. അബിൻ വർക്കിയുടെ പേരും അബിൻ വർക്കിയും ശക്തമായ ഒരു യുവ നിരയിൽ നിന്ന് വരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അത്തരമൊരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. ഇവിടെ വീണ ജോർജിൻ്റെ 10 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലിൽ വീണ്ടും ജനങ്ങൾ വീണ ജോർജിനെ തിരഞ്ഞെടുക്കുമോ അതോ വീണ ജോർജിന് പകരം അബിൻ വർക്കി വരട്ടെ എന്ന് തീരുമാനിക്കുമോ അതോ ഇനി അപ്രതീക്ഷിതമായി കുമ്മനം രാജശേഖരൻ എന്ന വ്യക്തിക്ക് കുമ്മനം രാജശേഖരൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നതൊക്കെ വോട്ടെടുപ്പിന് ശേഷം മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. എന്തായാലും കേരളം ശ്രദ്ധിക്കുന്ന ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് ആറന്മുള നിയമസഭാ മണ്ഡലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.